സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്കൊരു സ്കിൻ കെയറിലാകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഹെയർ റിമൂവർ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വീറ്റിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഉള്ളൂ, എന്നാൽ അത് റിമൂവ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. കയ്യിലത്തെ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക്. അപ്പോൾ ഫേസ് പാക്കിനകത്ത് ഞാൻ തൈര്, കോഫി പൗഡർ, ചന്ദനമാണ് എടുത്തിട്ടുള്ളത്. ഇത് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ആകും. ടാൻ റിമൂവ് ആക്കാനും സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് തരാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പാക്കും. ഇതിനകത്ത് ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് വീക്കിലി ഒരു 3 ടൈംസ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫുൾ ബോഡിയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ചേർത്തിരുന്ന ചില ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പറ്റാത്തതുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും നന്നായിട്ട് ചേരുന്നതാണ്. ലൈറ്റിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട്. ചില സമയത്ത് ലൈറ്റ് നല്ല കൂടി നിൽക്കും, ചില സമയത്ത് കുറഞ്ഞ് നിൽക്കും. അതിൻ്റെ കളർ വ്യത്യാസമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഓയിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് യോജിക്കുന്ന ഏത് ഓയിലാണോ നിങ്ങൾക്കത് യൂസ് ചെയ്ത് കൊടുക്കാം ഫേസിൽ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പ്യുവറായിട്ട് ആട്ടിയെടുക്കത്തില്ലേ, അത് നമ്മുടെ ഫേസിൽ ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. പിന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ജെൻറ്റിലായിട്ട് ഒരിത്തിരി നേരം നമുക്ക് വേണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം, വളരെ ജെൻറ്റിലായിട്ട് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെ ഡിമ്മായി പോകും. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് കട്ട് ചെയ്യാണ്ടിട്ടത് കേട്ടോ. പിന്നെ ചില സമയത്ത് ബ്രൈറ്റ്നസ് അങ്ങോട്ട് കൂടി അങ്ങോട്ട് വരും. അപ്പോഴത്തേക്കും നല്ല വെട്ടവും തോന്നും. അത് ക്യാമറയുടെ പിന്നെ ഇട്ടിരിക്കുന്ന വെട്ടത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. ഏതൊരു ഫേസ് പാക്ക് ഇടുവാണെങ്കിൽ നമ്മുടെ ഫേസ്, നെക്ക്, കൈ, കാല് എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കളർ ചേഞ്ച് നന്നായിട്ട് എടുത്തറിയും. പ്രത്യേകിച്ച് നമ്മൾ വീക്കിലി 2-3 ടൈംസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ നമ്മുടെ ഫേസും കൈയും കാലും ഒക്കെ തമ്മിൽ നല്ല വ്യത്യാസം തോന്നും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ശരിക്കും ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കുന്നതാണ് റിങ്കിൾസ് വീഴാനായിട്ടൊക്കെ കാരണമാവും. അപ്പോൾ നമുക്ക് ഹെയറിൽ കൂടെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഹെയറിൽ ഒന്നും ചെയ്യാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഒട്ടും ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണന്മാരായിട്ട് കുറച്ച് മുടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. കാരണന്മാരായിട്ടുണ്ടാകുന്ന പാരമ്പര്യ മുടിയൊക്കെ ഉണ്ടല്ലോ, സംഭവം സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മുടി പാരമ്പര്യവും നോക്കിയിരിക്കത്തില്ല കേട്ടോ. അതതിൻ്റെ പാട്ടിനങ്ങ് പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടയ്ക്കൊക്കെ മുടിയൊന്ന് ശ്രദ്ധിക്കുക, മസാജൊക്കെ ചെയ്ത് കൊടുക്കുക, ഓയിൽ മസാജൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫേസ് പാക്കും ഹെയർ ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് ശുണ്ഠിയായി വന്നിട്ടുണ്ട്. ശുണ്ഠി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് കുറച്ച് കട്ടിങ്ങും ക്ലീനിങ്ങും കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോസ് ഒന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്കിനി പെരുന്നാൾ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരു നൈറ്റിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, സൂപ്പറാണ്. ഞാൻ നൈറ്റി സാധാരണ ഇടാറില്ല, പക്ഷെ എന്നാലും ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നൈറ്റി ആണെന്ന് തോന്നത്തില്ല കേട്ടോ. ഫസ്റ്റ് ആണ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക, സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നെ ഇതിനകത്തു നിന്നാണ് കേട്ടോ. പ്രത്യേകിച്ച് എവിടെയും പോകാനില്ല, വീട്ടിലോട്ട് തന്നെ പോകാനുള്ളൂ. കാരണം ഇക്കാകയും വാപ്പി എല്ലാവരും പള്ളിയിൽ പോയേക്കാണ്. അപ്പം നമുക്ക് വേറെ വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യാനായിട്ടില്ല, സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിനകത്തേക്ക് കിടക്കാം. മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. മോയ്സ്ചറൈസിങ്ങിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സിറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള സിറം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ലിപ് ബാം യൂസ് ആക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത ഫേസ് പാക്ക് ലിപ്പിലും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ചെറിയൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു, ഐഷാഡോ ഇട്ട് കൊടുത്തു, BB ക്രീമാണ് ഇട്ട് കൊടുത്തത്. ഫൗണ്ടേഷനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. വേറെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വർക്കാവുന്നൊരു ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരെണ്ണം കൂടെ പെയർ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ മേക്കപ്പ് വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതാണ്, ഒരു പിങ്ക് കളർ ചുരിദാറാണ്. സിമ്പിളായിട്ടുള്ള ചുരിദാറാണ്, കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ പിങ്ക് നമ്മൾ ഗേൾസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട കളറായിരിക്കുമല്ലോ അല്ലേ. ഇവിടെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഹെയർ സ്റ്റൈൽ വലുതായിട്ട് ചെയ്യാറുമില്ല. നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നു. അവിടെ നമുക്ക് ഈദിൻ്റെ ഫുഡ് എല്ലാവർക്കും കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിയും വാപ്പിച്ചും ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കും കേട്ടോ എല്ലാ പെരുന്നാളിനും. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇക്കാക്ക പള്ളിയിൽ പോയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ടൈം ഒരു 3:15 ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ വീട്ടിലോട്ട് വന്നതുകൊണ്ട് ഈ അണിഞ്ഞൊരുങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്, മറ്റേ സീരിയലൊക്കെ കാണുന്നത് പോലെ. പക്ഷേ എൻ്റെ അനിയത്തി ഉച്ചരയൊക്കെ ആയല്ലോ, 3:30 ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഡ്രസ്സൊക്കെ മാറ്റി വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹലോ, നമ്മുടെ ശ്രീദേവേട്ടൻ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും, എൻ്റെ ഷോർട്സിനകത്ത് നമ്മൾ റീൽസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നല്ല സ്മൈലായിട്ടുള്ള ഫേസ് ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ ജെക്കൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡ് കുറച്ച് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ചിരിപ്പിക്കാനായിട്ടുള്ളൊരു കഴിവൊക്കെ ചേട്ടൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കുഞ്ഞുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇക്കാക്ക വരാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇക്കാക്കാൻ്റെ കൂടെയാണ് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ അവരോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് അവരങ്ങോട്ട് അയച്ചു കേട്ടോ. വീട്ടിൽ വന്ന് ഇക്കാക്ക് ഫുഡ് കൊടുത്തു, ഞാൻ ചായയും കുടിച്ച് ജസ്റ്റ് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഫേസ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലിപ്പും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും മാത്രം ചെയ്തുള്ളൂ. പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ആക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹെയർ സ്റ്റൈലൊന്നും ചെയ്തിട്ടില്ല, ഹെയർ ഫ്രീ ആയിട്ടാണ് ഇട്ട് കൊടുത്തത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു, നല്ല രീതിക്ക് തന്നെ ബ്ലോക്കും ഉണ്ടായിരുന്നു. കുറച്ച് ടൈം ബ്ലോക്കിലും കിടന്നായിരുന്നു കേട്ടോ. ബൈക്കാണെങ്കിൽ പോലും നമുക്ക് കയറി പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോരം ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാകും അല്ലേ. ഞാൻ ഓർത്തില്ല മോനെ, ഇക്കൊക്കെ നടക്കും. കുഞ്ഞിൻ്റെ വീട്ടിലൊരു 1 അവർ നമ്മൾ തികച്ച് നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴയുടെ ലക്ഷണം നന്നായിട്ടുണ്ടായിരുന്നു. മഴയത്ത് പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം പോകുന്നു. കാരണം പിറ്റേ ദിവസം ഓഫീസും ഉണ്ട്. അപ്പോൾ നേരത്തെ വീട്ടിലെത്തി കയറി കിടന്നുറങ്ങണ്ടേ. പക്ഷേ ഉള്ള ടൈം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിന് വന്ന വഴിക്ക് നമ്മൾ ക്യൂൻസ്വേല ഒന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തായിരുന്നേ.
ഒന്ന് വൈൻഡപ്പ് പറയുമോ ഇക്കാക്ക എന്ന് പറഞ്ഞപ്പോഴേക്കും ഇക്കാക്ക കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ പോകുന്ന വഴിക്ക് ഒരാൾ പെട്രോൾ തീർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തോട്ടോ. കാരണം ഈ രാത്രി പെട്രോളൊക്കെ കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കുമല്ലോ. അപ്പോൾ ആളും തരമൊക്കെ നോക്കി വേണം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.